ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഉള്ളി സുർക്കോൻ്റെ അച്ചാറും പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കണം കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ബീഫ് കറിക്കുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് കറിയാണ് വെക്കണേ. നെയ്ച്ചോറ് പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതിക്ക് മല്ലി മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടൊന്ന് ഇളക്കി വറുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് ഇട്ടെടുത്ത് കാണ്ടൊന്ന് ഇളക്കി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ബീഫ് വേവാനല്ലേ. ബീഫൊന്ന് ചൂടായി വന്നിട്ടാണ് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇതുപോലെ ബീഫ് കറി നല്ല കുറിയ കറി നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇനി നെയ്ച്ചോറ് എങ്ങനെ വെക്കലെന്ന് കാണിച്ചു തരാം. നെയ്യ് ഇട്ടെടുത്തു. ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടെടുത്തു. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ആ ഉള്ളിനൊന്ന് കോരി വെക്കണം. ഉള്ളിയൊക്കെ ഒന്ന് കോരി വെക്കുക. ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ അണ്ടിയും മുന്തിരി അതൊന്ന് വറുത്ത് കോരി വെക്കുക. പിന്നെ മരുന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുക, ഗരം മസാല. ആ പൊടിക്ക് നമ്മൾ അരി കേകിക്കാണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് ആ എണ്ണയിലിട്ടൊന്ന് അരി വറുത്തെടുക്കണം. അത് വറുത്തെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കൽ. ഒറ്റ വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വേവാം. പാവത്തെ വേവായിക്കാരം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ ഉള്ളിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അടിയിൽ പോവില്ല. നമ്മൾ തുറക്കുമ്പോൾ നല്ല നെയ്ച്ചോറേക്കാരം. ഞാനത് തുറന്നപ്പോൾ അത് കാണിച്ചു തരാൻ മറന്നതാണ്. ആ മേലെ ഉള്ളി മുഴുവണ്ടേനും അതൊന്ന് കൂട്ടി ഇളക്കി. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് വറവായി വരുന്നുണ്ട് കേട്ടോ. ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.